എസ് രാജമൗലി SSMB 29 എന്ന താൽക്കാലിക ടൈറ്റിൽ നൽകിയിട്ടുള്ള സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ സിനിമാ ലോകം. സിനിമയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. 2028-ലായിരിക്കും ചിത്രം റിലീസിനെത്തുക. ചിത്രത്തിന്റെ ഷൂട്ടിന്റെ ആദ്യ ഷെഡ്യൂൾ നേരത്തെ പൂർത്തിയായിരുന്നു. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ലെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ വന്നിരുന്നു. രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജയേന്ദ്ര പ്രസാദാണ്. അതായത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്ന് നമുക്ക് ഉറപ്പിക്കാം. MM കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഇനിയും പേര് നൽകാത്ത ചിത്രത്തിൽ മഹേഷ് ബാബുവാണ് നായകൻ. ഒപ്പം പൃഥ്വിരാജും പ്രിയങ്ക ചോപ്രയും എത്തുന്നുണ്ട്. പൃഥ്വിരാജ് ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലാണ് എത്തുന്നതെന്ന റിപ്പോർട്ടുകളുമുണ്ട്. രാജമൗലി മഹേഷ് ബാബുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. 1000 കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഷൂട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രസകരമായ പോസ്റ്റുമായി രാജമൗലി എത്തിയിരുന്നു. ഇപ്പോഴിതാ അതിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടൻ മഹേഷ് ബാബു. ടാൻസാനിയയിലെ ദേശീയോദ്യാനത്തിലെ രാജാവ് എന്നറിയപ്പെടുന്ന ബോബ് ജൂനിയർ എന്ന സിംഹത്തിന്റെ ചിത്രത്തിന്റെ മുന്നിൽ കയ്യിൽ ഒരു പാസ്പോർട്ടുമായി നിൽക്കുന്ന രാജമൗലിയുടെ ചെറിയ വീഡിയോയാണ് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ മുൻപ് പുറത്തുവിട്ടത്. ഇത് നടൻ മഹേഷ് ബാബുവിനെ തന്റെ പിടിയിലാക്കി എന്നാണ് സംവിധായകൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നായിരുന്നു ആരാധകരുടെ അഭിപ്രായം. ഇതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ മഹേഷ് ബാബു എത്തിയത്. തന്റെ മകളുമൊത്ത് എയർപോർട്ടിലേക്ക് കടന്നു വരുമ്പോഴാണ് തന്റെ പാസ്പോർട്ട് ഉയർത്തിക്കാട്ടി മഹേഷ് ബാബു നടന്നു നീങ്ങിയത്. വളരെ പെട്ടെന്നാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അതേസമയം 2 ഭാഗങ്ങളായി പുറത്തിറങ്ങാൻ ഉദ്ദേശിച്ച സിനിമയ്ക്ക് ഒരു ഭാഗം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം രാജമൗലി അറിയിച്ചു. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സിനിമയുടെ ദൈർഘ്യം കൂടും. ചിത്രത്തിന് 3.5 മണിക്കൂർ ദൈർഘ്യമുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ആദ്യം 2 ഭാഗങ്ങളായി ആലോചിച്ചിരുന്ന പ്രൊജക്ട് ഒറ്റ ചിത്രമായി മാറ്റാൻ രാജമൗലി നേരത്തെ തീരുമാനമെടുത്തിരുന്നെന്നും തിരക്കഥയിൽ അതിനായുള്ള മാറ്റങ്ങൾ വരുത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.